Good morning, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തേർഡ് ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇലക്ട്രോളിസിസ്, എന്താണ് ഇലക്ട്രോലൈറ്റ്, നമ്മൾ അതേപോലെ തന്നെ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ഇലക്ട്രോളിസിസ് ഓഫ് molten sodium chloride and electrolysis of sodium chloride solution നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ് പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഈ അപ്ലിക്കേഷൻ, ഇലക്ട്രോളിസിസിന്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് പഠിച്ചപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ പറഞ്ഞു ആനോഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കാത്തോഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും, കാത്തോഡിൽ റിഡക്ഷൻ നടക്കും. അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ ഓക്സിഡേഷൻ, അതായത് ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും, കാത്തോഡിൽ സോഡിയം മെറ്റൽ, കാത്തോഡിൽ റിഡക്ഷൻ സംഭവിക്കും, അവിടെ സോഡിയം മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ സോഡിയം, ഇപ്പോൾ സപ്പോസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എടുത്തപ്പോൾ നമുക്ക് മെറ്റൽ ഏതാ കിട്ടിയേ? സോഡിയം. അതേപോലെ തന്നെ മോൾട്ടൺ പൊട്ടാഷ്യം ക്ലോറൈഡ് എടുത്താലോ നമുക്ക് പൊട്ടാഷ്യം ആണ് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസിൽ നമുക്ക് എന്താണ് ആദ്യത്തെ ഉപയോഗം? പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. So metals like potassium, calcium, sodium and aluminum are produced by the electrolysis of their compounds. So respective compounds എടുക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എടുത്താൽ എനിക്ക് റെസ്പെക്റ്റീവ് സോഡിയം മെറ്റൽ കിട്ടും. മോൾട്ടൺ പൊട്ടാഷ്യം ക്ലോറൈഡ് എടുത്താൽ റെസ്പെക്റ്റീവ് പൊട്ടാഷ്യം മെറ്റൽ എനിക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണിത്. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ പഠിച്ചപ്പോൾ ഒന്ന് റീകോൾ ചെയ്ത് നോക്കി. നമ്മൾ പറഞ്ഞു അവിടെയും ആനോഡ് എന്തായിരിക്കും? പോസിറ്റീവ്. കാത്തോഡ് എന്താണ്? നെഗറ്റീവ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, കാത്തോഡിൽ റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോഡിയം ഉണ്ട്, ക്ലോറൈഡ് അയോൺസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അല്ലെ, H2O ഉണ്ട്, H3O+ അയോൺസ് ഉണ്ട്, H+ അയോൺസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ എങ്ങനെ നടക്കുന്നു? അപ്പോൾ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നു, കാത്തോഡിൽ എപ്പോഴും റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇലക്ട്രോലൈസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ആനോഡ് ഇല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ എപ്പോഴും ക്ലോറിൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്. റിഡക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും എന്താണ്? ഹൈഡ്രോജൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ് അറ്റ് കാത്തോഡ്, അല്ലെ? അപ്പോൾ അവിടെ ബൈ പ്രോഡക്റ്റ് എന്താണ്? നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് ഇതിന്റെ ബൈ പ്രോഡക്റ്റ്. അപ്പോൾ ഹൈഡ്രോജൻ ഗ്യാസ് കാത്തോഡിലും ക്ലോറിൻ ഗ്യാസ് ആനോഡിലും, അതുകൂടാതെ ആ സൊല്യൂഷനിൽ സോഡിയം അയോൺസ് ഉണ്ട്, OH- അയോൺസ് ഉണ്ട്. അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റെസ്പെക്റ്റീവ് കമ്പൗണ്ട്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഇലക്ട്രോളിസിസ് സംഭവിക്കുമ്പോൾ, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു നോൺ മെറ്റൽ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ മെറ്റൽസ് ഏതൊക്കെയാ? ക്ലോറിൻ ഗ്യാസ്, ഹൈഡ്രോജൻ ഗ്യാസ്, ഇതൊക്കെയാണ് നോൺ മെറ്റൽസ്. അപ്പോൾ ഇലക്ട്രോളിസിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ബൾക്ക് പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്. അപ്പോൾ ഏതൊക്കെ ഗ്യാസ് നമ്മളിപ്പോൾ കണ്ടത്? ഹൈഡ്രോജൻ ഗ്യാസ്, ക്ലോറിൻ ഗ്യാസ്, അതുപോലത്തെ ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ആവാം. ആർ സം ഓഫ് ദ നോൺ മെറ്റൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ്. നെക്സ്റ്റ് തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് കമ്പൗണ്ട്സ്. ഞാൻ പറഞ്ഞു ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ ഒരു ബൈ പ്രോഡക്റ്റ് എപ്പോഴും സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നത്. സോഡിയം ക്ലോറൈഡ് കിട്ടുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ബൾക്കായിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ബൾക്കായിട്ട് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം? ബൈ ദ ഇലക്ട്രോലൈസിസ് പ്രോസസ്സ്. അപ്പോൾ ഇലക്ട്രോലിസിസ് can be employed to produce compounds like sodium hydroxide, potassium hydroxide, etc. ഇപ്പോൾ സപ്പോസ് ഞാൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് ഇലക്ട്രോലിസിസിന് യൂസ് ചെയ്യുന്നത്
എന്ന് വെച്ചാൽ സപ്പോസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈസിസിന് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് ഏതായിരിക്കും ബൈ പ്രോഡക്റ്റ് കിട്ടുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സപ്പോസ് ഞാൻ പൊട്ടാഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ എപ്പോഴും ബൈ പ്രോഡക്റ്റ് എന്തായിരിക്കും എനിക്ക് കിട്ടുന്നത്? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ പ്രൊഡക്ഷൻ ഓഫ് കമ്പോണൻസ്. നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഒരു മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫിക്കേഷന് ഒത്തിരി പ്രോസസ്സ് ഉണ്ട്. പ്യൂരിഫിക്കേഷൻ ഏതൊക്കെ മെറ്റൽസ്? കോപ്പർ, ഗോൾഡ്, അതേപോലത്തെ വേറെ ചില മെറ്റൽസ് നമുക്ക് ഈ ഇലക്ട്രോലൈസിസ് പ്രോസസ്സ് യൂസ് ചെയ്ത് നമുക്ക് റിഫൈന് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇലക്ട്രോലൈസിസിന്റെ ആപ്ലിക്കേഷൻസ്? ഇറ്റ് ഈസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് ഇറ്റ്സ് കമ്പൗണ്ട്സ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് നോക്കാം. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? The process of obtaining a coating of one metal over another metal using electrolysis is known as electroplating. അപ്പോ ഒരു മെറ്റലിന്റെ മുകളില് വേറെ ഒരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ്. എങ്ങനെ കോട്ട് ചെയ്യാം? യൂസിങ് ഏത് മെത്തേഡാ? ഇലക്ട്രോലിസിസ് മെത്തേഡ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് 1 gram ഗോൾഡ് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് 1 gram ഗോൾഡ്? ഒരു ഗോൾഡിന്റെ വില നമുക്ക് അറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു ചീപ്പ് മെറ്റലിന്റെ മുകളില് ഒരു തിൻ ലെയർ, ഗോൾഡ് ലെയറിനെ പ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇലക്ട്രോപ്ലേറ്റിംഗ് എങ്ങനെയാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറത്? ഇലക്ട്രോലൈസിസ് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ this thin coating is helpful for improving the appearance of the metal and also in preventing the metallic corrosion. എന്തിനാണ് നമ്മൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത്? ചെയ്താൽ അതിന്റെ ഉപയോഗം എന്താണ്? അപ്പൊ ആദ്യത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഇംപ്രൂവിംഗ് ദ അപ്പിയറൻസ് ഓഫ് ദ മെറ്റൽ. അപ്പോൾ അതിന്റെ ഷൈനിങ് നഷ്ടപ്പെടാതിരിക്കും. 1 gram ഗോൾഡ് എടുത്താല് അപ്പോൾ ഒരു ചീപ്പ് മെറ്റലിന്റെ മുകളിൽ 1 gram ഗോൾഡിന് അതിന്റെ ഷൈനിങ് ഉണ്ടാവും, അതിന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലെ? അതുകൊണ്ടാണ് ഇറ്റ് ഇംപ്രൂവ്സ് ദ അപ്പിയറൻസ് ഓഫ് ദ മെറ്റൽ ആൻഡ് ഓൾസോ ഇൻ പ്രിവെന്റിംഗ് ദ മെറ്റാലിക് കൊറോഷൻ. ചില മെറ്റൽസ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് പെട്ടെന്നത് ഓക്സിജന്റെ കൂടെ അല്ലെങ്കിൽ എയറിന്റെയും കൂടെ മോയ്സ്ചറിന്റെ കൂടെ വാട്ടറിന്റെ കൂടെ അത് റിയാക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ചില മെറ്റൽസിനെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഓക്സിജനോ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് എയറോ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് വാട്ടർ മോയ്സ്ചർ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ആ മെറ്റലിന്റെ മുകളില് വേറെ ഒരു മെറ്റലിനെ നമ്മൾ കോട്ട് ചെയ്യും. അപ്പോ കോട്ട് ചെയ്യുമ്പോൾ ആ മെറ്റലിനെ നമുക്ക് കൊറോഷന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ. ക്ലീൻ ദ ആർട്ടിക്കിൾ. Clean the article to be coated and connect it to the negative terminal of the battery. നമ്മൾ എങ്ങനെയാണ് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്? ആ മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് ഇപ്പൊ എനിക്ക് ഒരു ബാങ്കിളിന്റെ ഒരു വളയുടെ മുകളിൽ വേണം എനിക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ എന്ന് വിചാരിച്ചാൽ ആ എടുക്കുന്ന വള ഞാൻ എന്ത് ചെയ്യണം? ആദ്യം അത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഞാൻ കണക്ട് ചെയ്യണം. The metal to be plated is connected to the positive terminal of the battery. Suppose ഞാൻ ഒരു അയൺ ബാങ്കിളാണ് എടുത്തേക്കുന്നത്. അപ്പൊ ആ അയൺ ബാങ്കിളിനെ ഞാൻ ഏത് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഞാൻ ആ അയൺ ബാങ്കിളിന്റെ മുകളില് ഏത് മെറ്റലാണോ ഞാൻ കോട്ട് ചെയ്യേണ്ടത് അപ്പൊ ആ മെറ്റലിനെ ഞാൻ എന്ത് വേണം ചെയ്യാൻ? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്യണം. നെക്സ്റ്റ്
ഞാൻ ഏത് മെറ്റലാണോ എടുക്കുന്നത്, എനിക്ക് ഏത് മെറ്റലാണോ കോട്ട് ചെയ്യേണ്ടത്, ഏത് മെറ്റലിന്റെ മുകളിൽ, ഒരു മെറ്റലിന്റെ മുകളിൽ വേറെ ഒരു മെറ്റലിന് കോട്ട് ചെയ്യണം. അപ്പൊ ഏത് മെറ്റലാണോ ഞാൻ കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റലിന്റെ റെസ്പെക്റ്റീവ് മെറ്റൽ അയോൺസ് വേണം ഞാൻ എടുക്കാൻ. അപ്പോ നമുക്ക് ഒരു ഇലക്ട്രോളിസിസ് നടക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോലൈറ്റ് വേണം. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുക്കുന്നത്? A salt solution of metal to be coated is taken as the electrolyte. ഞാൻ സപ്പോസ് ക്രോമിയം ആണ് ഞാൻ കോട്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചാൽ ആ ക്രോമിയം അയോണിന്റെ സോൾട്ട് സൊല്യൂഷൻ വേണം എടുക്കാൻ. ഇപ്പൊ സപ്പോസ് ഗോൾഡ് ആണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ഗോൾഡിന്റെ സൊല്യൂഷൻ വേണം ഞാൻ എടുക്കാൻ. So a salt solution of the metal to be coated is used as an electrolyte. Okay, നമുക്ക് next example നോക്കാം. Copper plating on iron bangle. Observe the picture given below. This is the process of electroplating copper on an iron bangle. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ അയൺ ബാങ്കിളാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഏത് മെറ്റലാണോ എടുത്തേക്കുന്നത് അപ്പോ അത് തന്നെയാണ് അയൺ ബാങ്കിൾ. അതിന്റെ മുകളിലാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ മെറ്റലിനെ ഞാൻ കോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ അയൺ ബാങ്കിൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ കണക്ട് ചെയ്യണം. ഞാൻ ഏത് മെറ്റലാണോ ഈ അയൺ ബാങ്കിളിന്റെ മുകളിൽ കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റലിനെ ഞാൻ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലോട്ട് ഞാൻ കണക്ട് ചെയ്യണം. ഞാൻ ഇവിടെ സപ്പോസ് ഇവിടെ ഈ എക്സാമ്പിളിൽ കൊടുത്തേക്കുന്നത് ഞാൻ ഈ അയൺ ബാങ്കിളിന്റെ മുകളിൽ എനിക്ക് കോപ്പർ പ്ലേറ്റിംഗ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ഈ റോഡ് പോസിറ്റീവ് ടെർമിനൽ ഏത് മെറ്റൽ റോഡാണ് എടുക്കേണ്ടത്? കോപ്പർ റോഡ്. ഇനി ഈ സൊല്യൂഷൻ ഈ ഇലക്ട്രോലൈറ്റില് ഏത് സൊല്യൂഷൻ ആണ് എടുക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇവിടെ കോപ്പർ റോഡ് ആണെങ്കിൽ ഞാൻ അതിന്റെ അയോൺ ആണ് ഇവിടെ എടുക്കുന്നത്. സോൾട്ട് സൊല്യൂഷനിൽ അതിന്റെ അയോൺ വേണം. അപ്പോൾ ഇവിടെ ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഞാൻ എടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. Which metal is connected to the negative terminal of the battery? അപ്പോൾ ഇവിടെ ഏത് മെറ്റലാണ് കണക്ട് ചെയ്യേണ്ടത്? അയൺ. Which metal is connected to the positive terminal of the battery? ഏത് മെറ്റലാണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്? കോപ്പർ. Which solution is used as an electrolyte? Copper sulfate solution. Next, when electricity is passed through the copper ions of the solution, they are attracted to the negative electrode or to the cathode. So what happens to copper ions at cathode? Complete the reaction. Okay. ഇവിടെ ഈ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ആണ് ആനോഡ്. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നതാണ് കാത്തോഡ്. ഇവിടെ ആനോഡില് എപ്പോഴും എന്തായിരിക്കും? ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. കാത്തോഡിൽ എന്തായിരിക്കും? ഇപ്പോഴും റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ നോക്കി ശ്രദ്ധിക്കുക. ഈ ആനോഡില് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? അപ്പൊ ഇവിടെ കോപ്പർ അയോൺ ആണ്, കോപ്പർ ആറ്റംസ് ആണ് അല്ലെ? ഈ റോഡില് അയോൺ അല്ല, ഇതിലിവിടെ കോപ്പർ ആറ്റം ആണ്, ന്യൂട്രൽ ആണ് കോപ്പർ ആറ്റം. സൊല്യൂഷനിൽ എന്താണുള്ളത്? കോപ്പർ അയോൺസ് ആണ് ഉള്ളത്. ഇവിടെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ, ഇപ്പൊ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? അപ്പൊ ഇവിടെ കോപ്പർ ആറ്റം Cu ആറ്റം ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ Cu gives Cu2+ 2 ഇലക്ട്രോൺസ് അല്ലെ? ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. പ്ലസ് കോപ്പർ അയോൺസ്. ഈ കോപ്പർ അയോൺസ് എന്താവുന്നു? ഈ സൊല്യൂഷനിലോട്ട് പോകുന്നു. ഈ 2 ഇലക്ട്രോൺസ് എന്താവുന്നു? ഇലക്ട്രോൺസ് ഫ്ലോ ത്രൂ ദ എക്സ്റ്റേണൽ വയർ അല്ലെ? ഇലക്ട്രോൺസ് എവിടെയാണ് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എവിടെയാണ്? ഇതിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഇവിടെ എന്താവുന്നു, കാത്തോഡിന് എപ്പോഴും റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ അപ്പൊ ഇവിടെ ഈ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺസ് ഈ 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്ത് ഇറ്റ് ഗിവ്സ് Cu അല്ലെ, കോപ്പർ. ഈ കോപ്പർ ഏതിന്റെ മുകളിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഈ അയൺ ബാങ്കിന്റെ മുകളിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കണം, ആനോഡ് പോസിറ്റീവ് ആണ്, കാത്തോഡ് നെഗറ്റീവ് ആണ്. ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു, കാത്തോഡിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. ആനോഡിൽ ഓക്സിഡേഷൻ ആണെങ്കിൽ ഇവിടെ കോപ്പർ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് Cu2+ ആവുന്നു. ഈ Cu2+ അയോൺസ് സൊല്യൂഷനിൽ പോകുന്നു. അപ്പൊ ഈ ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നു. ഇവിടെ ഈ ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺസ് ഈ സൊല്യൂഷനിലുള്ള കോപ്പർ അയോൺസ് ഈ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് Cu കോപ്പർ ന്യൂട്രൽ ആറ്റം കൊടുക്കുന്നു. ഈ ന്യൂട്രൽ ആറ്റം ആണ് ഈ അയൺ ബാങ്കിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ഇലക്ട്രോപ്ലേറ്റ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വാട്ട് ഹാപ്പൻസ് ടു Cu2+ അയോൺസ് അറ്റ് കാത്തോഡ്? കംപ്ലീറ്റ് ദ equation. But Cu2+ plus 2 electrons gives Cu. What happens to the copper ions? Oxidation or reduction? അപ്പോൾ ഈ കോപ്പർ അയോൺസ് is receiving 2 electrons. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ Cu2+ plus 2 electrons വന്നിട്ട് ഒരു ആരോ മാർക്ക് ആണെങ്കിൽ ഇവിടെ എന്താണെങ്കിൽ കോപ്പർ അയോൺസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ ഏത് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്? റിഡക്ഷൻ അല്ലെ. ഇൻ ദിസ് വേ കോപ്പർ അയോൺസ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ അയൺ ബാങ്കിൾ ആസ് കോപ്പർ ആറ്റംസ്. സോ കോപ്പർ അണ്ടർഗോ ഓക്സിഡേഷൻ അറ്റ് കോപ്പർ പ്ലേറ്റ് which is the positive electrode. അപ്പോൾ ഓർക്കേണ്ട കാര്യം പോസിറ്റീവ് ഇലക്ട്രോഡ് എപ്പോഴും ആനോഡ് ആയിരിക്കും. കംപ്ലീറ്റ് ദ ഈക്വേഷൻ ബിലോ. കോപ്പർ കഴിഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് ആണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും? അതെപ്പോഴും ഓക്സിഡേഷൻ ആയിരിക്കും. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ. ഈ കോപ്പർ ആറ്റം 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി അതെന്തായിരിക്കും ആവുന്നത്? Cu2+ അയോൺസ് ആണ് ആവുന്നത്. So now isn't it clear how the concentration of ions in the solution remains constant during the electrolysis? അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോലൈസിസ് സംഭവിക്കുമ്പോൾ ഇതിന്റെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയില്ല കുറയുകയില്ല, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. During electroplating, a suitable salt solution of the metal which is used for covering is used as a electrolyte. അപ്പോൾ നമ്മൾ ഏത് മെറ്റൽ ആണോ ഇലക്ട്രോപ്ലേറ്റിംഗിന് യൂസ് ചെയ്യുന്നത് ആ റെസ്പെക്റ്റീവ് മെറ്റലിന്റെ അയോൺസ് വേണം, ആ റെസ്പെക്റ്റീവ് മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ വേണം നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി. ഓക്കെ, സപ്പോസ് ഇപ്പോൾ നമ്മളിവിടെ അയൺ ബാങ്കിന്റെ മുകളിൽ ഞാൻ കോപ്പർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു അല്ലെ. അയണിന്റെ മുകളിൽ ഏത് മെറ്റലാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തത്? കോപ്പർ. അപ്പൊ ഏത് സൊല്യൂഷൻ ആണ് ഞാൻ എടുത്തത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സപ്പോസ് എനിക്ക് മെറ്റൽസ് ടു ബി കവേർഡ്, സപ്പോസ് എനിക്ക് സിൽവർ, എനിക്ക് അയൺ ബാങ്കിന്റെ മുകളിൽ എനിക്ക് സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണം, സിൽവറിന്റെ കോട്ടിങ് വേണം എന്ന് വിചാരിച്ചാൽ ഞാൻ എപ്പോഴും ആനോഡ്, അതായത് പോസിറ്റീവ് ടെർമിനലിൽ എപ്പോഴും എന്ത് വേണം എടുക്കാൻ? സിൽവറിന്റെ റോഡ് വേണം എടുക്കാൻ. ഇനി ആ ഇലക്ട്രോലൈറ്റ്, ആ സോൾട്ട് സൊല്യൂഷൻ എന്ത് വേണം എടുക്കാൻ? ഞാൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അഥവാ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ. അപ്പൊ ഈ 2 ഇലക്ട്രോലൈറ്റ് വേണം, ഇതിന് കമ്പൈൻഡ് ഇലക്ട്രോലൈറ്റ് വേണം ഞാൻ എടുക്കാൻ വേണ്ടി. ഇനി സപ്പോസ് ആ അയൺ ബാങ്കിന്റെ മുകളിൽ ഗോൾഡിനെ വേണം ഞാൻ കോട്ട് ചെയ്യാൻ, ഗോൾഡ് മെറ്റലിനെ വേണം ഞാൻ കോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ ആ പോസിറ്റീവ് ടെർമിനലിൽ എപ്പോഴും ഗോൾഡ് വേണം എടുക്കാൻ. അപ്പൊ ആ പോസിറ്റീവ് ടെർമിനലിൽ ആനോഡിൽ ഗോൾഡ് എടുത്താൽ സോൾട്ട് സൊല്യൂഷൻ അഥവാ ആ ഇലക്ട്രോലൈറ്റിൽ എന്ത് വേണം എടുക്കാൻ? ഇതിന്റെ റെസ്പെക്റ്റീവ് സോൾട്ട് സൊല്യൂഷൻ അയോൺസ് വേണം, സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ വേണം ഞാൻ എടുക്കാൻ. See some of the examples for electroplating. അപ്പോൾ ഏതൊക്കെയാ ഇലക്ട്രോപ്ലേറ്റിന്റെ എക്സാമ്പിൾസ് എഴുതുക? ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി, ഒരു 1 gram ഗോൾഡ്. ക്രോമിയം പ്ലേറ്റഡ് ഹാൻഡിൽ ബാർസ്. അപ്പോൾ നമ്മൾ
നമ്മളെ ചില പാത്രങ്ങൾ ക്രോമിയം പ്ലേറ്റഡ് ആയിരിക്കും. പിന്നെ സിൽവർ പ്ലേറ്റഡ് യുട്ടൻസിൽസ്, നമ്മുടെ എപ്പോഴും സിൽവർ പ്ലേറ്റ്സ് എല്ലാം ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ് ആയിരിക്കും. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ആൻഡ് എക്സ്റ്റെൻഡ് ദ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മഡ്ഗാർഡ് ഓഫ് വെഹിക്കിൾസ്. അപ്പോൾ മഡ്ഗാർഡ് വെഹിക്കിൾസിന്റെ മഡ്ഗാർഡിൽ നമ്മൾ ഇവിടെ നമുക്ക് ക്രോമിയം യൂസ് ചെയ്യും. അതേപോലെ തന്നെ ക്രോമിയം ഈസ് യൂസ്ഡ് ഇൻ ദ മോട്ടോർ കാർസിലെല്ലാം നമ്മൾ ക്രോമിയം പ്ലേറ്റിംഗ് യൂസ് ചെയ്യും. ഞാൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിങ്ക് കവേർഡ് അറൌണ്ട് അയൺ ഫോർ പ്രിവെന്റിങ് കൊറോഷൻ. സോ അയണിന്റെ മുകളിൽ സിങ്കിന്റെ പ്ലേറ്റിംഗ് ചെയ്താൽ അത് കൊറോഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻസ് നമുക്ക് എഴുതാം. ഞാൻ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ നമ്മൾ ചില ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ നമ്മൾ ഗോൾഡ് ഓർ സിൽവർ പ്ലേറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ലെറ്റസ് അസസിലെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സൊല്യൂഷൻ ഓഫ് സിങ്ക് സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റ് ആൻഡ് കോപ്പർ സൾഫേറ്റ് ആർ ടേക്കൺ ഇൻ 3 different test tubes. Suppose an iron nail is kept immersed in each one. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബ് 1, 2, 3. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ സിങ്ക് സൾഫേറ്റ് എടുക്കുന്നു, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അയൺ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 3 ടെസ്റ്റ് ട്യൂബിലും നമ്മൾ അയൺ നെയിലിനെ നമ്മൾ മുക്കി വെക്കുന്നു, നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എന്താണ് അതിന്റെ റിയാക്ഷൻ നമ്മൾ അബ്സർവ് ചെയ്യണം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയൺ നെയിൽ അണ്ടർഗോസ് എ കളർ ചേഞ്ച്. അപ്പോൾ ഇവിടെ ഏതിനായിരിക്കും, ഇത് ഏതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ റിയാക്ഷൻ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. മെറ്റൽസ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി ഡിസ്പ്ലേസ് ദ മെറ്റൽസ് വിത്ത് ലോ റിയാക്ടിവിറ്റി ഫ്രം ദ സോൾട്ട് സൊല്യൂഷൻ. അതായത് എടുക്കുന്ന മെറ്റല് എപ്പോഴും ഹൈ റിയാക്റ്റീവ് ആയിരിക്കണം. ആ സോൾട്ട് സൊല്യൂഷൻ ഏത് മെറ്റല് ഡിപ്പ് ചെയ്യുന്ന സോൾട്ട് സൊല്യൂഷനിലുള്ള മെറ്റൽ എപ്പോഴും ലോ റിയാക്ടിവിറ്റി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലേ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് നടക്കുള്ളൂ. ഇപ്പൊ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബില് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിലോട്ട് ഞാൻ അയൺ നെയിൽ ഡിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോൾ സിങ്ക് ആണ് ഹൈലി റിയാക്റ്റീവ് അല്ലെ, അയണിനേക്കാളും സിങ്ക് ആണ് ഹൈലി റിയാക്റ്റീവ്. അയണിന്റെ മുകളിലാണ് സിങ്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, സോൾട്ട് സൊല്യൂഷനിൽ ഏത് അയോണല്ല, ഹൈലി റിയാക്റ്റീവ് അയോണാണ്. ഡിപ്പ് ചെയ്തേക്കുന്ന മെറ്റല് എന്തായാണ്, ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ? ഇല്ല, ഇവിടെ യാതൊരു റിയാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ഞാൻ നെക്സ്റ്റ് കേസിലോ അയൺ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിലോട്ട് ഞാൻ അയൺ. അപ്പൊ ഏത് സോൾട്ട് സൊല്യൂഷൻ, അപ്പൊ മെറ്റല് ഞാൻ ഡിപ്പ് ചെയ്തേക്കുന്ന മെറ്റലും അയണാണ്, എടുത്തേക്കുന്ന സോൾട്ട് സൊല്യൂഷനും അയണാണ്. അപ്പൊ ഇവിടെ കളർ ചേഞ്ച് എന്തെങ്കിലും വ്യത്യാസം കാണോ? നോ റിയാക്ഷൻ. ഇനി തേർഡ് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് നോക്കാം. തേർഡ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തേക്കുന്ന സോൾട്ട് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ്, അതിൽ ഡിപ്പ് ചെയ്തേക്കുന്ന മെറ്റൽ ഏതാണ്? അയൺ ആണ്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോൾ കോപ്പറിന്റെ മുകളില് ഏതായിരിക്കും? ഏതാണ്? അയൺ ആണ് അല്ലെ. അപ്പോൾ അയണിനേക്കാളും കോപ്പറിനാണ് ലെസ് റിയാക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ എടുത്തേക്കുന്ന സൊല്യൂഷനിലെ മെറ്റൽ അയോൺ എന്താണ്? ലെസ് റിയാക്റ്റീവും, ഡിപ്പ് ചെയ്തേക്കുന്ന മെറ്റലും ഹൈ റിയാക്റ്റീവ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റ് ട്യൂബ് 3 കളർ ചേഞ്ച് നടക്കുന്നുണ്ട്.
അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? The iron nail undergoes a color change in the test tube with copper sulfate solution. അപ്പൊ ഇതിന്റെ ആൻസർ തേർഡ് ടെസ്റ്റ് ട്യൂബ് ആണ്, അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ? അപ്പൊ നമുക്കറിയാം ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്, ഏത് മെറ്റലാണ് ഡിപ്പ് ചെയ്തേക്കുന്നത്? അയൺ. അപ്പൊ Fe പ്ലസ് ഏത് സൊല്യൂഷനിലോട്ടാണ് ഡിപ്പ് ചെയ്തേക്കുന്നത്? കോപ്പർ സൾഫേറ്റ്. CuSO4 gives. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു, അവിടെ എക്സ്ചേഞ്ച് മെറ്റൽസ് അയോൺസ് എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പൊ gives FeSO4 പ്ലസ് Cu. തേർഡ് ക്വസ്റ്റ്യൻ, ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ടാണ് ഇവിടെ കളർ ചേഞ്ച് നടക്കുന്നത്? അപ്പൊ ഇവിടെ ആൻസർ എഴുതാം. അയൺ ഡിസ്പ്ലേസസ് copper from copper sulfate solution because iron has high reactivity than copper. ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Compare the electrolysis of molten potassium chloride and solution of potassium chloride. What are the processes taking place at the cathode and anode? അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന എക്സാമ്പിൾ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡും സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡാണ്. ഇവിടെ ഇതിന്റെ മെറ്റൽ അയോൺ ആണ് ചേഞ്ച് ചെയ്യിക്കുന്നത്. സോഡിയത്തിന്റെ പകരം നമുക്ക് തന്നേക്കുന്നത് പൊട്ടാഷ്യമും, സോഡിയത്തിന്റെ പകരം ഇവിടെ ഏത് സൊല്യൂഷൻ ആണ്? പൊട്ടാഷ്യം ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കാത്തോഡ് ആൻഡ് ആനോഡ്? ആദ്യം നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ പൊട്ടാഷ്യം ക്ലോറൈഡ് നോക്കാം. അപ്പൊ എങ്ങനെയാണ് അതിന്റെ റിയാക്ഷൻ നടക്കുന്നത് എഴുതുന്നത്? KCl സോളിഡ് സ്റ്റേറ്റ്, അപ്പൊ ബ്രാക്കറ്റ് സോളിഡ് സ്റ്റേറ്റ് gives K plus plus Cl minus. നെക്സ്റ്റ് ആനോഡ് റിയാക്ഷനും കാത്തോഡ് റിയാക്ഷനും എഴുതാം. അപ്പോ അറ്റ് ആനോഡ് എന്തായിരിക്കും? പോസിറ്റീവ് ആണ് അല്ലെ? ആനോഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ അവിടെ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ആനോഡ് പോസിറ്റീവ് ആണെങ്കിൽ അപ്പൊ ഏത് അയോൺസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് അയോൺസ് ആണ്. അപ്പൊ എന്ത് എഴുതാം? 2Cl minus gives Cl2 plus 2 electrons. അപ്പൊ ആനോഡ് റിയാക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് അറ്റ് കാത്തോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അല്ലെ? നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് എപ്പോഴും ഏത് അയോൺസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് അയോൺസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ അറ്റ് കാത്തോഡിൽ റിഡക്ഷൻ നടക്കുന്നു. അപ്പൊ എങ്ങനെയാണ് റിയാക്ഷൻ എഴുതുന്നത്? K plus plus 1 electron gives K. അപ്പൊ അതാണ് അതിന്റെ മോൾട്ടൺ പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ റിയാക്ഷൻ, കാത്തോഡ് റിയാക്ഷനും ആനോഡ് റിയാക്ഷനും. അടുത്തത് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ്. സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡില് ആനോഡ് ഇവിടെയും പോസിറ്റീവ് ആണ്. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നടക്കുന്നു. പോസിറ്റീവ് ഇലക്ട്രോഡിൽ എപ്പോഴും നെഗറ്റീവ് അയോൺസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ റിയാക്ഷൻ എഴുതുന്നത്? 2Cl minus gives Cl2 plus 2 electrons. അപ്പൊ ഇവിടെ ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോൾട്ടൺ പൊട്ടാഷ്യം ക്ലോറൈഡിലും സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിൽ ആനോഡിൽ എപ്പോഴും ക്ലോറിൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. കാത്തോഡിലാണ് വ്യത്യാസമുള്ളത്. അപ്പൊ കാത്തോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കാത്തോഡിൽ എപ്പോഴും റിഡക്ഷൻ സംഭവിക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡിൽ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ്? 2H2O plus 2 electrons gives. അപ്പൊ കാത്തോഡില് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ എങ്ങനെ എഴുതാം? 2H2O plus 2 electrons gives. അപ്പൊ ഇവിടെ ഏത് ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്? H2 plus 2OH minus. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. You are given a solution of silver nitrate, a solution of magnesium sulfate, a silver rod and a magnesium ribbon.
How can you arrange a galvanic cell using these? Write down the reaction taking place at the cathode and anode. അപ്പോൾ ഇവിടെ രണ്ട് മെറ്റൽ സൊല്യൂഷൻ തന്നിട്ടുണ്ട്, രണ്ട് മെറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ അവര് ഗാൽവനിക് സെല്ലിന്റെ അറേഞ്ച്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. കാത്തോഡ് റിയാക്ഷനും എഴുതണം, ആനോഡ് റിയാക്ഷൻ എഴുതാം. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലും ഗാൽവനിക് സെല്ലിലും ആനോഡും കാത്തോഡും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലില് ആനോഡ് പോസിറ്റീവും കാത്തോഡ് നെഗറ്റീവാണ്. പക്ഷെ ഗാൽവനിക് സെല്ലില് ആനോഡ് എപ്പോഴും നെഗറ്റീവാണ്, കാത്തോഡ് എപ്പോഴും പോസിറ്റീവാണ്. അത് ഓർക്കണം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗാൽവനിക് സെല്ലിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് എടുക്കണം. ആ വോൾട്ട് മീറ്ററിന്റെ റൈറ്റ് സൈഡില്, ഇപ്പോൾ റൈറ്റ് സൈഡില് പോസിറ്റീവ് എടുക്കുവാണെങ്കിൽ അത് കാത്തോഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡില് നെഗറ്റീവ് ആണെങ്കിൽ അത് ആനോഡാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു ദ എപ്പോഴും ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ ആണെങ്കിൽ അത് ആനോഡ് ആയിരിക്കും. ഇലക്ട്രോഡ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ അത് എപ്പോഴും കാത്തോഡ് ആയിരിക്കും. ആനോഡ് എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നു, കാത്തോഡ് റിഡക്ഷൻ നടക്കുന്നു. ഈ ആനോഡില് ഏത് ഇലക്ട്രോഡാണ് കണക്ട് ചെയ്യേണ്ടത്? ഹൈ റിയാക്റ്റീവ് മെറ്റലാണ് കണക്ട് ചെയ്യുന്നത്. കാത്തോഡിലോ ലെസ് റിയാക്റ്റീവ് മെറ്റലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സിൽവർ നൈട്രേറ്റും മെഗ്നീഷ്യം സൾഫേറ്റില് ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ? നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് നോക്കിയാൽ മെഗ്നീഷ്യമാണ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, സിൽവർ ആണ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ അല്ലെ. അപ്പൊ മെഗ്നീഷ്യന്റെ താഴെയാണ് സിൽവർ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് റോഡായിരിക്കും ആനോഡിൽ കണക്ട് ചെയ്യേണ്ടത്? നമ്മൾ സിൽവർ, മെഗ്നീഷ്യം റിബൺ വേണം ആനോഡിൽ കണക്ട് ചെയ്യാൻ. അതായത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ. സിൽവർ റോഡിനെ എന്തായിരിക്കും? സിൽവർ റോഡ് ഈസ് കൺസിഡേർഡ് ആസ് എ കാത്തോഡ്, അതായത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ. ഓക്കെ. അപ്പോൾ ആനോഡ് ഇപ്പോൾ സിൽവർ റോഡ്, ഇപ്പോൾ ഇവിടെ ആനോഡിൽ മെഗ്നീഷ്യം റിബൺ എടുത്തു. അത് ഞാൻ ഈ മെഗ്നീഷ്യം റിബൺ ഏത് സൊല്യൂഷനിലോട്ട് വേണം ഡിപ്പ് ചെയ്യാൻ? മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് വേണം ഡിപ്പ് ചെയ്യാൻ. സിൽവർ റോഡോ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലോട്ട് വേണം ഞാൻ ഡിപ്പ് ചെയ്യാൻ. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആനോഡിൽ എന്തായിരിക്കും എടുക്കുന്നത്? മെഗ്നീഷ്യം റിബൺ ഈസ് ഡിപ്ഡ് ഇൻ മെഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പൊ എങ്ങനെയാണ് റിയാക്ഷൻ എഴുതുന്നത്? ഓക്സിഡേഷൻ ഇസ് എ ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ. അപ്പോൾ Mg gives Mg2++2 ഇലക്ട്രോൺസ്. നെക്സ്റ്റ്, കാത്തോഡില് എപ്പോഴും റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോ ഇവിടെ എങ്ങനെയാണ്? സിൽവർ അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിന്റെ റിയാക്ഷൻ, കാത്തോഡ് റിയാക്ഷൻ എഴുതുന്നത്? Ag+1 electron gives കാത്തോഡില് Ag+1 electrons gives Ag. അപ്പോൾ നമ്മളിവിടെ ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഇതില് ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ അറേഞ്ച്മെന്റ് നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ഓരോ റിയാക്ഷന്റെ കാത്തോഡ് റിയാക്ഷനും ആനോഡ് റിയാക്ഷനും എഴുതി പഠിക്കുക. ഓക്സിഡേഷൻ എങ്ങനെയാ, റിഡക്ഷൻ എങ്ങനെയാ, അതിന്റെ സെൽ കൺസ്ട്രക്ഷൻ എങ്ങനെയാ. അപ്പോൾ ഇത് ഗ്യാരണ്ടി ആയിട്ട് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ല് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാവരും പഠിക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് 4th ചാപ്റ്റർ നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. ഹാവ് എ നൈസ്